കേരള ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തെ ഒരു വെൽനസ് ആൻഡ് ഫിറ്റ്നസ് എക്കണോമിയുടെ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സമ്മിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ കായിക രംഗത്തിനാകെ വൻ ഊർജം പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ ഭാഗമാകുന്ന എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. കേരളത്തിന് ഒരു കായിക നയം രൂപീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന വിവിധ പദ്ധതികളുണ്ട്. അതോടൊപ്പം ഒട്ടേറെ പ്രവർത്തന മാതൃകകളുണ്ട്. ഇവയെല്ലാം പരിചയപ്പെടുത്താൻ ഈ കായിക സമ്മിറ്റിലൂടെ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ കായിക വികസന സാധ്യതകളുണ്ട്. അത് ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്താനും ഈ സമ്മിറ്റ് ഉപകരിക്കും. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കായിക വികസനത്തിൻ്റെ എടുത്തു പറയത്തക്ക ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ അവ കേരളത്തെ പരിചയപ്പെടുത്താനും ഈ കായിക സമ്മിറ്റ് ഉപകരിക്കും. അങ്ങനെയുള്ള ഒട്ടേറെ ലക്ഷ്യങ്ങൾ ഈ സമ്മിറ്റിൻ്റെ ഭാഗമായി ഉണ്ട് എന്നതാണ് നാം കാണേണ്ടത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സമ്മിറ്റ് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നതാണ്. പല കാര്യങ്ങളിലും മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം. ഇതിലും അത്തരമൊരു മുൻകൈയും മാതൃകയും നാം സൃഷ്ടിക്കുകയാണ്. ഇവിടെ ബഹുമാനായ സ്പോർട്സ് മന്ത്രി വിശദമായി തന്നെ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്പോർട്സ് എക്കോണമി എന്ന ഭാവനാസമ്പന്നമായ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം നേരത്തെ മുന്നോട്ട് വെച്ചത്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ സംഭാവന നൽകുന്ന ഒരു മേഖലയായി സ്പോർട്സിനെ വളർത്താനാവുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കായിക മേഖലയിൽ ഒട്ടേറെ പുതിയ പ്രവണതകളുണ്ട്. ആ പ്രവണതകളെ സ്വീകരിക്കുകയും കായിക രംഗത്തുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ കായിക സമ്പദ് വ്യവസ്ഥ വലിയ തോതിൽ സജീവമാക്കാൻ കഴിയും. ഇതിന് സഹായകമാകും വിധം സ്വകാര്യ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ
ഇവരെയെല്ലാം കായിക രംഗത്തേക്ക് നല്ല തോതിൽ ആകർഷിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സമ്മിറ്റും അതിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളുമെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സഹായകരമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കായിക മേഖലയിൽ ഉയർന്നു വരുന്ന പുതിയ അവസരങ്ങൾ, അതോടൊപ്പം ഈ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പ്രവണതകൾ, പ്രാദേശിക കായിക ഇനങ്ങളുടെ പ്രാധാന്യം എല്ലാം ഈ സമ്മിറ്റിൽ ചർച്ച ചെയ്യുമെന്നത് ഉറപ്പാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കായിക സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുക എന്നത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. എന്നാൽ നാം കാണേണ്ടത് ഇത്തരമൊരു ചുവടുവെപ്പിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അന്താരാഷ്ട്ര കായിക രംഗത്ത് തന്നെ ശക്തമായ സാന്നിധ്യമുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഒരേ മനസ്സോടെ മുന്നോട്ട് വന്നാൽ ഈ ലക്ഷ്യം നല്ല രീതിയിൽ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് കാണേണ്ടത്.